പോലീസുകാർ അവനെ കൊന്നു കളഞ്ഞതാണ്. അവർ അവർക്കറിയാം നീതിന്യായ വ്യവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അല്ലെ നീതി ഇവരെ ഇപ്പോൾ കോടതി കൊണ്ടുപോയി കഴിഞ്ഞാലും യുവമാർക്ക് വേണ്ടിയിട്ട് ജാമ്യം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് വേറെ വക്കീലന്മാർ വരും. അതേപോലെ തന്നെ നീതിപീഠം അവന് ജാമ്യം കൊടുക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് വെറുതെ ഇവനെ കൊണ്ട് ജയിലിലിട്ട് അവിടുത്തെ ഫുഡും തിരിച്ച് കിടത്തുന്നത്? അങ്ങനെ തോന്നിയ ആ ലേഡി ഓഫീസർ എന്നാണ് അറിയാൻ സാധിച്ചത്. ആ ആളുടെ പേരൊന്നും ഇതിലൊന്നും പറഞ്ഞിട്ടില്ല ന്യൂസിലൊന്നും. അപ്പോൾ അങ്ങനെ ആ ഓഫീസർ അവനെ തീർത്ത് കളയുകയാണ് ചെയ്തത്. എൻകൗണ്ടർ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഒരു ചെറിയ കടന്നാക്രമണത്തിലൊന്നും പറ്റിയ കാര്യമൊന്നുമല്ല. അവനെ എൻകൗണ്ടർ ചെയ്തു. 5 വയസ്സ് മാത്രമുള്ള ആ കുഞ്ഞിനെ പീഡിപ്പിക്കാനും അതിനെ കൊലപ്പെടുത്താനും അവനാ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇനി ഒരു തെണ്ടികളും ഒരു നായിൻ്റെ മക്കളും ആവർത്തിക്കരുതെന്നുള്ളൊരു താക്കീതാണ് കർണാടക പോലീസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലുണ്ട് പോലീസുകാർ, ഇതുപോലെ ഒന്നും ചെയ്യാനായിട്ടുള്ള കഴിവൊന്നുമില്ല. അതേസമയം എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങൾ ചെയ്തു പോകുന്ന ആളുകളെയും അതേപോലെ നിരപരാധികളെയും പാവം പിടിച്ചവന്മാരെ അത്താഴ പട്ടിണിക്കാരെയൊക്കെ അവരുടെ മെക്കെട്ട് കയറാൻ നമ്മുടെയൊക്കെ പോലീസുകാർക്ക് ഭയങ്കര കഴിവാണ്. ആ കഴിവ് മാത്രമേ നമ്മുടെ കേരളത്തിലെ പോലീസ്